ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഞങ്ങളുടെ ഇവിടേക്ക് ഇതിനെ വാഴയ്ക്കപ്പം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്ത് പേരാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വാഴയ്ക്കപ്പം എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. നമുക്കപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഒരു ബൗളിൽ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 കപ്പ് മൈദാ മാവ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ് മൈദാ മാവ് എടുക്കുക. പിന്നെ ഒരു 4 ഏത്തപ്പഴം നീളത്തിലായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മൈദാ മാവും പഞ്ചസാരയും ഒരു പാത്രത്തിലോട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് ഉപ്പും കുറച്ച് കളർ പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളമൊഴിച്ച് ഈ ബാറ്റർ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ബാറ്റർ നന്നായിട്ട് തിക്കാവാനോ ലൂസാവാനോ പാടില്ല. കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ വേണം തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇപ്പോൾ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമ്മുടെ വാഴയ്ക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പ് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായി നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയും ചൂടായി വരുമ്പോഴേക്കും തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഏത്തക്കയായിട്ട് ഇതിലോട്ട് ഡിപ്പ് ചെയ്ത് നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഏത്തക്കയും നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഏത്തക്കയുടെ ഒരു സൈഡ് ഇപ്പോൾ ഏകദേശം നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് മറിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്ത് നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മുടെ കുട്ടികളൊക്കെ വാശി പിടിക്കുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് കടയിൽ ചെന്ന് വാങ്ങിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ വീട്ടിൽ നമുക്ക് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ വാഴയ്ക്കപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. മറക്കാതെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി എത്തുന്നത് വരെ ബൈ.